ഉടനെ സാറ് അടുത്ത ചോദ്യമാണ് ജീസസിനോടാണ് ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഗർഭത്തിൽ വന്ന് നേരിട്ട് വന്ന് ജനിച്ചതാണെങ്കിൽ ഈ എനർജി ബോഡി അവിടെ നിൽക്കട്ടെ എന്ന് സാറ് പറഞ്ഞു. അങ്ങനെയാണ് മനസ്സിലായത് യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നേരിട്ട് മറിയത്തിൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചതല്ല എന്ന് അങ്ങനെയാണ് മനസ്സിലായത്. അടുത്ത പിന്നത്തെ ഒരു ചോദ്യമാണ് യേശുക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ചോന്നാണ്. യേശുക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ചില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. ആത്മാക്കൾ ജീവിച്ചിരിക്കുമോ? മരിച്ചു കഴിഞ്ഞാൽ പുനർജന്മമുണ്ടോ? ഇപ്പോഴും ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ചില രഹസ്യങ്ങളാണ് ഇതെല്ലാം. നമ്മളെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം രണ്ട് ശരീരം ഒരു മനുഷ്യനുണ്ടെന്ന് അറിയാമല്ലോ. ആ സൂക്ഷ്മ ശരീരത്തിന് നാശമില്ലെന്ന് പറഞ്ഞു. തെക്കോട്ട് ചെരിഞ്ഞ് ഭൂമിയിൽ വടക്കോട്ട് തിരിച്ചാണ് വീട് വെച്ചിരിക്കുന്നത്. ഒരു കൂട്ടം വല്ല ക്ഷുദ്രാവിചാരം വല്ല മഹാവിചാരവും വിട്ടിച്ചിട്ടുണ്ട്. അകലെ ഇരുന്ന് ചെയ്തിട്ട് അങ്ങോട്ട് പിന്നെ ഓതി വിട്ടിട്ടുണ്ട് സാറിൻ്റെ വീട്ടിലോട്ട്. ഇപ്പം ഞാനിപ്പോൾ പെൻഡലം കൊണ്ട് ഈ നെഗറ്റീവ് എനർജി കണ്ടുപിടിക്കുമ്പോൾ കൂടുതൽ പ്രാക്ടീസ് ആയവർക്ക് അവർക്ക് ഈ പെൻഡലത്തിൻ്റെ ആവശ്യമില്ല. അവർ പിന്നെ ഹാൻഡ്സ് കൊണ്ട് തന്നെ കണ്ടുപിടിക്കും, കൈ കൊണ്ട് തന്നെ കണ്ടുപിടിക്കും. ആ സ്പർശനം കൊണ്ട് മനസ്സിലാക്കും. ചില പറമ്പിൽ കയറുമ്പോഴേ അറിയാമല്ലോ, ശരീരത്തിലോട്ട് കിട്ടും പിന്നെ റേഡിയേഷൻ, അന്നേരം മനസ്സിലാവും. അങ്ങനെയൊക്കെ കിട്ടുന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. മിക്കവാറും ഞാൻ പെൻഡലം കൊണ്ടാക്കാം എല്ലാം കണ്ടുപിടിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ അതിന് കഴിയാതെ വരുന്നത്? നമ്മുടെ ജീവിത രീതിയുടെ ആയിരിക്കാം വ്യത്യാസം വരുന്നത്. സാധന കുറഞ്ഞു പോകുന്നത്. അത് ഞാനൊക്കെ കഠിനമായിട്ട് തപസ് ചെയ്തിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നത് തപസ് ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. പ്രായം മുന്നോട്ട് പോയില്ലേ. ചെറുപ്പത്തിൽ ചെയ്യുന്ന പോലത്തെ ബലം പ്രായമായാൽ വരികയില്ല. ഒരു 10-20 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 10-16 വയസ്സ് മുതൽ നമ്മളിതിനെ പ്രാക്ടീസ് ചെയ്താൽ മനസ്സിനും ബലം കൂടുതലുണ്ട്, ശരീരത്തിനും ബലമുണ്ട്, ആരോഗ്യം കൂടുതലുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എനർജി കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ മനസ്സിൻ്റെ ഏകീകരണം, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലിക്കരുത്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്കി പറഞ്ഞില്ലല്ലോ. അപ്പം നോക്കിയപ്പം സാറേ ഇങ്ങനെ ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞു അനുഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചോദ്യം എന്നാണെന്നറിയോ? അപ്പം യേശുക്രിസ്തുവിൻ്റെ എനർജി ബോഡി, ജീസസിൻ്റെ എനർജി ബോഡി മനസ്സിലായി. കണ്ണുകൊണ്ട് കണ്ടില്ല, തപ്പി മനസ്സിലാക്കി. ഉടനെ സാറ് അടുത്ത ചോദ്യമാണ് ജീസസിനോടാണ് ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഗർഭത്തിൽ വന്ന് നേരിട്ട് വന്ന് ജനിച്ചതാണെങ്കിൽ ഈ എനർജി ബോഡി അവിടെ നിൽക്കട്ടെ എന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞപ്പം അത് ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ സാധനം ഇല്ല, പോയി. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് നേരിട്ട് വന്ന് വയറ്റിൽ വന്ന് ജനിച്ചെന്നല്ലേ. അത് നേരിട്ട് ചോദിച്ചു. അല്ല, അതേ ഇത് കാരണം ഈ എനർജി ബോഡിക്കൊക്കെ ഇതൊക്കെ സത്യമുള്ള മനുഷ്യൻ്റെ വിട്ട് ഒന്നും ജീവനോടെ നടക്കുന്ന ശരീരമായിട്ട് നടക്കുന്ന നുണ പറയുന്നവർ നുണ പറയല്ല. അവർക്ക് സത്യമാണ്. ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല, മറഞ്ഞുപോയി. സാറ് പറഞ്ഞു ഞാൻ വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും വിളിച്ചു. പിന്നെ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവരുടെയും പിന്നെ പണ്ടേ പോലെ തന്നെ ഉണ്ട്. സാർ അടുത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. ഔസേപ്പിൻ്റെ മകനായിട്ട് ജനിച്ചതാണെങ്കിൽ ആ എനർജി ബോഡി അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ആ പഴയതുപോലെ തന്നെയുണ്ട്. സാറ് പറഞ്ഞു മതിയാകുകയും ചോദിച്ചു ഞങ്ങളോട് വല്ലതും മിണ്ടാനുണ്ടോ? എല്ലാവർക്കും ഇതാണ് അനുഭവം. അങ്ങനെയാണ് മനസ്സിലായത് യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നേരിട്ട് മറിയത്തിൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചതല്ല എന്ന് അങ്ങനെയാണ് ഇത് മനസ്സിലായത്. സാറ് പറഞ്ഞു അവിടെ എവിടെയും പോയിരുന്നു ആരോടും പറയുകയൊന്നും വേണ്ട, വർക്കിക്കുകയും വേണ്ട, ഇതങ്ങ് നിങ്ങളങ്ങ് മനസ്സിലാക്കി നിങ്ങളെ മനസ്സിലങ്ങ് ഇരുന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. മനുഷ്യനെ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങ് ധരിച്ചിരുന്നോട്ടെ എന്ന് പറഞ്ഞു. അടുത്ത പിന്നത്തെ ഒരു ചോദ്യമാണ് യേശുക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ചോന്നാണ്. ബൈബിളിനകത്ത് എഴുതിയിരുന്നത് അങ്ങനെയല്ലേ, മരിച്ചെന്നല്ലേ. യേശുക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ചില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. ഞാൻ കൂടുതൽ തർക്കിക്കാൻ പോകുന്നു. കുരിശെ തറച്ചെന്നുള്ളത് ശരിയാണ്. മരിച്ചെന്ന് വിചാരിച്ച് ആൾക്കാർ പോയി കഴിയുമ്പോൾ ഈ കുരിശെന്ന ഈ ആണി വലിച്ചൂരി എടുത്തിട്ട് അന്നത്തെ വിദഗ്ധന്മാരുടെ ഡോക്ടർമാരുടെ വൈദ്യന്മാരുടെ നാട്ടുവൈദ്യന്മാരാണ് ഈ യൂനാനി ചികിത്സയൊക്കെ അവരുടെ അടുത്ത് കൊണ്ടിട്ട് 5-6 മാസം കൊണ്ട് ഞാൻ ചികിത്സിച്ചു. അങ്ങനെയായി കാലിലെ മുറിവെല്ലാം പോയി. അത് കഴിഞ്ഞ് 41-ാം പക്കം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നില്ലേ. 41-ാം പക്കമൊന്നുമല്ല, ഇതൊക്കെ ഭേദമായതിന് ശേഷം ഇത് രഹസ്യമായിട്ട് ഇവരെ എല്ലാം വന്ന് കണ്ടച്ച് പുള്ളി സ്ഥലം വിട്ടത് തന്നെ. കാരണം അതല്ലാതെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴുത്ത് കണ്ടിച്ച് കൊന്നു കളി എങ്ങനെ ഇരിക്കും. അതിനിട വരാതിരിക്കാനാണ് വിട്ടുപോയത്. ഇതൊക്കെ ഇന്നും പറഞ്ഞ തല്ലൂടെ കിട്ടും. മനുഷ്യൻ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നു? ഇത് എനിക്ക് അനുഭവത്തിൽ കൂടെയാണ് പറഞ്ഞത്. അനുഭവത്തിൽ കൂടെയുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് ഞാൻ അവിടെ പോയി തർക്കിക്കാനും ഉദ്ദേശിക്കുന്നില്ല, കൂടുതൽ ആരോട് പറയാനും ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഇതൊക്കെ ചുമ്മാ എന്തിനാണ് ഇതൊക്കെ പറയാൻ ഞങ്ങൾക്കിത് മനസ്സിലാക്കി തന്നു. ആ 15 പേർക്കറിയാം. അവരല്ല ഇന്നും വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. അല്ല ആത്മാക്കളുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള തർക്കങ്ങൾ
ആത്മാക്കൾ ജീവിച്ചിരിക്കുമോ, മരിച്ചു കഴിഞ്ഞാൽ പുനർജന്മമുണ്ടോ, ഇപ്പോഴും ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ചില രഹസ്യങ്ങളാണ് ഇതെല്ലാം. ഒക്കെ എന്തുകൊണ്ടാണെന്നറിയോ? ആധ്യാത്മികമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ടല്ലേ. ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടല്ലേ, ഈശ്വരീയമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ടല്ലേ. ധിക്കാരത്തിൻ്റെ ഭാഗം കൂടെയല്ലേ. ശരീരം എന്തെങ്കിലും നുണ പറയുക എന്നുള്ള, കാരണം ഇതെല്ലാം കലർന്നതാണ്. ഈ നമ്മുടെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം, രണ്ട് ശരീരം ഒരു മനുഷ്യനുണ്ടെന്ന് അറിയാമല്ലോ. ആ സൂക്ഷ്മ ശരീരത്തിന് നാശമില്ലെന്ന് ഓർക്കണം. സൂക്ഷ്മ ശരീരം നശിക്കില്ല, ഒരിക്കലും നശിക്കില്ല. അതിനെ നശിപ്പിക്കാനും പറ്റുകയില്ല. അത് നമ്മുടെ കർമ്മഫലം പോലെയാണ്. നമുക്ക് മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് ജന്മങ്ങളിലെ അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത്. സുഹൃത്തത്തിൻ്റെ ആധിക്യം കൊണ്ട് അതിനകത്ത് ഒരു പുരുഷജന്മം കിട്ടുക എന്ന് പറയുന്നത് അതുപോലെ സുഹൃത്തം ചെയ്തെങ്കിൽ ഒരു പുരുഷജന്മം കിട്ടുകയുള്ളൂ. അതിനകത്ത് ചില ബ്രാഹ്മണ കുടുംബത്തെങ്കിലും ജനിക്കും. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പൂണിലിട്ടതെന്നുള്ള അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണ, ബ്രഹ്മത്തെപ്പറ്റി അറിവുള്ള, ഈശ്വരനെ പറ്റിയും പ്രപഞ്ചത്തെപ്പറ്റി അറിവുള്ള കുടുംബങ്ങളിൽ ജനിക്കും. അതാണ് ബ്രാഹ്മണൻ. അല്ലാണ്ട് പൂണിലിട്ട് ചന്ദനക്കുറി ഇട്ട് നടന്നാൽ ബ്രാഹ്മണനാകില്ല. ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ, ബ്രഹ്മത്തെപ്പറ്റി അറിവുള്ളവനാണ്. അത് ഏത് കുലത്തിൽ പിറന്നാലും ബ്രാഹ്മണനാകാൻ പറ്റും, അറിവ് സമ്പാദിക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ ജനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിങ്ങനെ സുഹൃത്തിൻ്റെ കൂടുതലുണ്ടാണ്. എന്തിനാ അങ്ങനെ ബ്രാഹ്മണനായിട്ട് ജന്മം കൊടുക്കുന്നത്? വേഗം ഈശ്വരനിൽ ലയിക്കാൻ വേണ്ടിയിട്ട്, മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ജന്മം കിട്ടുന്നത്. അത് സുഹൃതം ചെയ്യുന്നത്. മനുഷ്യൻ സുഹൃതം ചെയ്ത് ജീവിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പ്രപഞ്ചം നിൽക്കണേ സുഹൃതവും ദുഷ്കൃതവും ഒക്കെ ഉണ്ടെങ്കിൽ പ്രപഞ്ചം നിൽക്കില്ല. നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് കൂടുതലാകരുതെന്ന് മാത്രം. ഇപ്പൊ എന്നോടൊപ്പം 100 വർഷം പഴക്കമുള്ള ഒരു ഉണ്ടെന്നാണ് ഞാൻ പെൻഡലം പറയുന്നത്. ഞാൻ കണ്ടില്ല, എൻ്റെ കണ്ണുകൊണ്ട് കാണത്തില്ലല്ലോ. പക്ഷേ പെൻഡല ശാസ്ത്രത്തിൽ പക്ഷെ അത് എങ്ങനെ വിശ്വസിക്കുമെന്ന് അതാണ്. പേരെന്നാന്ന് പറഞ്ഞ രാഹുൽ ഉള്ളത് തന്നെ. സാധനം കൂടെ ഉള്ളത് തന്നെ. ഒരാളെ ഉള്ളൂ നോട്ടെ. ഇനി അതുകൂടെ അറിയണമല്ലോ. ഒന്നേ ഉള്ളൂ. സാറിൻ്റെ വീട് എവിടെയാ? കൊല്ലം കുന്നിക്കോട്. സ്വന്തം വീടാ അല്ലേ? അവിടെ ക്ഷുദ്രാഭിചാരം ഉണ്ട്. വീടിന് ചുറ്റും ഉണ്ട് കിടപ്പ്. അത് എത്ര കൊല്ലമായിരുന്നു അതും പറയാം. സാറേ 10 കൊല്ലമായി സാറിൻ്റെ വീടിൻ്റെ ദർശനമായിരിക്കില്ലട്ടാ. കിഴക്കോട്ടാണോ വെടിഞ്ഞോട്ടാണോ വടക്കോട്ടാണോ? അതൊക്കെ എങ്ങോട്ടാ? വടക്കോട്ട്. വീടിൻ്റെ നിരപ്പ് ഭൂമിയാണോ? അല്ല, ചെരിഞ്ഞ പ്രദേശം. എങ്ങനെ എങ്ങോട്ടാ ചെരിവ്? തെക്കോട്ട് ചെരിഞ്ഞ ഭൂമിയിൽ വടക്കോട്ട് തിരിച്ചാണ് വീട് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ സാറേ അങ്ങനെ വന്നേ? തെക്കോട്ട് ചെരിഞ്ഞ് കിടക്കുന്ന ഭൂമിയിൽ വടക്കോട്ട് തിരിച്ച് വെച്ചു. അപ്പം വടക്കുവശം നിരപ്പാക്കി അല്ലേ? എന്നിട്ട് വടക്കോട്ട് തിരിച്ച് വെച്ചു. എന്നാലും വാസ്തുസമ്മതമായിട്ട് അത് ദോഷകരമായിരുന്നു. ദോഷം തന്നെയാണ്. കാര്യം സാറിൻ്റെ വീടിരിക്കുന്നത് വടക്കോട്ടായിരിക്കും. ദോഷമാണോ? ദോഷം തന്നെയാണ്. വിളാക്കി മായ്ക്ക് ആവശ്യം പോലെയുണ്ട്. സാറേ സ്വന്തക്കാരാണ് ചെയ്തത്. വെറുതെ കാര്യമൊന്നും പിടിക്കണ്ട. സ്വന്തക്കാരാണ് ചെയ്തത്. ഒരു കൂട്ടമല്ല ക്ഷുദ്രാവിചാരമല്ല മഹാവിചാരവും പിടിച്ചിട്ടുണ്ട്. അകലിരുന്ന് ചെയ്തിട്ട് അങ്ങോട്ട് ഓതി വിട്ടിട്ടുണ്ട് സാറിൻ്റെ വീട്ടിലോട്ട്. സാറിൻ്റെ വീട്ടിൽ കുറച്ച് കലഹങ്ങളൊക്കെ ഉള്ളതാണ്. സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുമുണ്ട്. ഇത്രയും പറഞ്ഞ പോരെ? സത്യമാണെങ്കിലും അല്ലേലും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ഇതൊന്നും കണ്ടാച്ചില്ല. ഞാൻ എൻ്റെ പെൻഡലത്തിൻ്റെ ചലനം വെച്ചിട്ടാണ് സാറിനോട് ഞാൻ പറഞ്ഞത് വിവരം. പക്ഷെ ഇതിൽ കുറേ കാര്യങ്ങളെല്ലാം ഇല്ലാത്ത കാര്യങ്ങളാണ്. എന്നതാ ഇല്ലാത്ത? കലഹങ്ങളോ അങ്ങനെ കലഹങ്ങൾ സാറേ, അത് ഒരു കലഹം എന്ന് പറഞ്ഞാൽ ഒരു ഒച്ചക്കിടന്ന് വർത്തമാനം പറഞ്ഞാൽ മാത്രമല്ല കലഹം. നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ കലഹം വരും. പ്രവർത്തനത്തിൽ കൂടെ, അല്ലാണ്ട് വാക്കുകൊണ്ട് ശബ്ദിക്കുന്നത് മാത്രമല്ല കലഹം. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. കലഹം ഒരു തരത്തിലല്ല. കലഹം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. സാർ ആ ഒരു കാര്യത്തിൽ തർക്കിക്കുകയേ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. മാനസികമായിട്ട് മത്സരങ്ങളുണ്ട്, കലഹമുണ്ട്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് കാണിക്കും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കാണിക്കും. ഞാൻ സാറിനെ ആക്ഷേപിക്കാൻ പറയുന്നതെന്ന് വിചാരിക്കത്തു കേട്ടോ. അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത്. സാറിങ്ങനെ ഇതിനെപ്പറ്റി പറയാമെന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഒന്നും തോന്നിയേക്കരുത്, ആർക്കൊന്നും തോന്നിയേക്കരുത്. അല്ല, ഞങ്ങൾ ഇവിടെ വരുന്ന ഗസ്റ്റുകളുമായിട്ട് എല്ലാ വിധത്തിലും നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഏറ്റവും നല്ല ഡെമോൺസ്ട്രേഷനായിട്ട് നമുക്കല്ലേ ഇരിക്കാൻ കഴിയുന്നത്. അതെ. വീടിന് താമസിക്കാൻ അത്ര സുഖമൊന്നുമല്ല. വീടിന് വാസ്തുദോഷമുള്ളതാണ്. താമസത്തിന് അത്ര യോഗ്യമൊന്നുമല്ല. അന്ന് പറമ്പുഭൂമിയുടെ കിടപ്പ് തെക്കുവശം താന്ന് കിടക്കുന്നിടത്ത് ഐശ്വര്യക്കിട നില വെച്ച് തെക്കുവശം പൊങ്ങി വടക്കുവശം താന്ന കിടന്നിരുന്നെങ്കിൽ വളരെ ശ്രേഷ്ഠമായിരുന്നു. അത് വടക്കോട്ട് ദർശനമായിരുന്നെങ്കിൽ പകിട 12
ഇപ്പോൾ തെക്കുവശം താഴ്ന്നു കിടക്കുന്നു, വടക്കുവശം പൊങ്ങി. പക്ഷെ നിരപ്പാക്കി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഭൂമി മൊത്തത്തിൽ തെക്കോട്ട് ചെരിഞ്ഞാണ് കിടക്കുന്നത്. ഇല്ല, ശരിയല്ലേ? ജീവിതം വീട്ടിലെ താമസം അത്ര സുഖകരമല്ല എന്നാണ് കാണുന്നത്. ഇനി മറ്റേ ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാമോ? ഏതാ? അടുത്ത പെൻഡുലത്തെ പറ്റി. അടുത്ത പെൻഡിൽ സംഗതി സാധനമല്ല ഒന്ന് തന്നെ, ഉപയോഗമല്ല ഒന്ന് തന്നെ, അത്രയേ ഉള്ളൂ. ഇതെന്നെ പിന്നെ വേറെ അടുത്ത ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്തപ്പോൾ അതിനെ തന്നു. എന്നെ ഇത് നാരായണൻകുട്ടി സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നാരായണൻകുട്ടി സാർ തന്നു ഈ സാധനം. പിന്നെ വേറെ ആദ്യം ഞാൻ തുടങ്ങിയത് അതാണ്. ഇതേലാണ് ഞാൻ ആദ്യം എന്നെ പഠിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എന്തായിരുന്നു തുടങ്ങുന്നത്? അത് ആദ്യമായിട്ട് ഞാൻ കോട്ടയത്ത് നിന്ന് ക്ലാസ് ചെയ്യുന്നപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വെല്ലം തരുന്നത്. 17 വർഷം മുമ്പ്. അതെ. ഇതൊരാളെ ഞാൻ ആദ്യം ആരംഭിക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ ധാരാളം ബ്ലാക്ക് മാർക്ക് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹീലിംഗ് ഒക്കെ. അതുകൊണ്ടാണ്. ഇതുകൊണ്ടൊന്നും ഹീലിംഗ് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഈ കൊണ്ടുപോകുന്ന പെൻഡുലം കൊണ്ട് എങ്ങനെയാണ് ഹീലിംഗ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് റേക്ക് വെച്ചിട്ടുള്ള ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ് വെച്ചിട്ടുള്ള ഹീലിംഗ് എല്ലാം വകഭേദമാണ്. നമ്മൾ ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പോസിറ്റീവ് എനർജി ഇതിലിട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ആ എനർജി, നെഗറ്റീവ് എനർജി ഞാൻ ഭൂമിയിലോട്ട് കൊടുക്കുകയായിരുന്നു. ഭൂമിയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തീർന്നു കഴിയും. അതിനെ കണ്ണടച്ചിരിക്കാൻ പറയും. കണ്ണടച്ചിരിക്കാൻ പറഞ്ഞാൽ കണ്ണിക്കട പ്രകാശം കയറരുത്. അതുകൊണ്ട് കൈ മലർത്തിയിട്ട് കാല് നിലത്ത് പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആ രീതി ചലിക്കും. ആ നെഗറ്റീവ് തീർന്നു കഴിയുമ്പോൾ പിന്നത്തിൻ്റെ ചലനം നീക്കും. അടുത്ത് അത്രയും വിടവ് ശരീരത്തിലുണ്ടായിട്ടുണ്ട്. അത്രയും വിടവുണ്ടാകുമ്പോൾ അതിന് പോസിറ്റീവ് എനർജി കൊടുക്കും. അത് ആ പരംധാമത്തിൽ നിന്നാണ് എനർജി കൊടുക്കുന്നത്. എന്നിലൂടെ ആ ആളിന് ആവശ്യം. അതായത് ഒരു കുടമാണ്, ആ കുടത്തിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കവിഞ്ഞൊഴുകല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുടം നിറയുന്നവരെ നിറഞ്ഞു കഴിയുമ്പം ഈ പെൻഡുലത്തിൻ്റെ ചലനം അവിടെ നിൽക്കും. പോസിറ്റീവ് എനർജി അങ്ങനെ നിൽക്കും. അങ്ങനെ ഇത് ആവാഹനമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ വല്ലതും ആണോ? അതായത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ഇത്തരത്തിലുള്ള എനർജികൾ ഒഴിപ്പിക്കുന്നത് ഈ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ എനിക്ക് അതങ്ങനത്തെ കളിപ്പിരികളൊന്നുമില്ല. അതായത് നെഗറ്റീവ് എനർജി ഭൂമിയിൽ മാന്താമല്ലാത്താണെങ്കിൽ ഞാൻ എൻ്റെ വലമ്പലി ശങ്കുണ്ട്. ഈ വലമ്പലി ശങ്കിനകത്താണ് പ്രയോഗിക്കുന്നത്. അതിനകത്ത് മരുന്ന് കൂട്ടിയിട്ട് അത് കൂട്ടുന്നതിന് മുമ്പും കൂട്ടിക്കഴിഞ്ഞും ഇത് മരുന്ന് കൂട്ടുക എന്ന് പറയുമ്പോൾ മരുന്നുകൾ പല സാധനങ്ങൾ കൂട്ടുന്നതാണ്. അതിപ്പോൾ എല്ലാം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഔഷധമാണോ? ഔഷധമാണ്. അത് വലിയ വിലയുള്ള സാധനം നമ്മുടെ സമീപത്തുള്ളത് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂട്ട് ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. അത് ഞാൻ ആർക്കും പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടില്ല. സംഗതി സാരമാണ്. പക്ഷേ അതിങ്ങനെ ചെയ്ത് പിന്നെ ശങ്കിനകത്ത് വെച്ചാൽ വലമ്പരി ശങ്കിനൊരു പ്രത്യേകതയുണ്ട്. അതെപ്പോഴും പോസിറ്റീവാണ്. വലമ്പരി ശങ്ക് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അത് ശങ്കാണോ ഒറിജിനലാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ഒറിജിനലാണെങ്കിൽ എല്ലാം പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് ഒറിജിനലാണെന്ന് അറിഞ്ഞത് വേറൊന്നുണ്ട്. ഈ ഒറിജിനൽ വലമ്പരി ശങ്ക അരിക്കകത്ത് മൂടിയിട്ടാൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ അതിന് പൊക്കത്തി വരും. അരിക്ക് മൂടി വരും തന്നെ. അത് ഒറിജിനൽ വലമ്പരി ശങ്കാണല്ലോ. ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. അതല്ലാണ്ട് ഈ മനുഷ്യനെ കളിപ്പിക്കാൻ വേണ്ടി ഫൈബർ കൊണ്ടൊക്കെ വലമ്പരി ശങ്ക ചെത്തി ഉരുമിയൊക്കെ കൊണ്ട് വെക്കും. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഒറിജിനലായിട്ട് 100, 200, 10, 100 ഇടമ്പരി ശങ്കിനെ ഒരു വലമ്പരി ശങ്ക്. വലമ്പരി ശങ്ക് എന്ന് വെച്ചാൽ പുരുഷനാണ്. ഇടമ്പരി ശങ്ക് സ്ത്രീയാണ്. ഈ ക്ഷേത്രത്തിൽ പൂജകളൊക്കെ ചെയ്യുന്ന ഇടമ്പരി ശങ്ക് കൊണ്ടാണ്. വലമ്പരി ശങ്ക് കൊണ്ടല്ല. വലമ്പരി ശങ്ക് ശങ്കിനെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. പാഞ്ചജന്യം എന്നാണ് പറയുന്നത്. അതിനകത്ത് മഹാവിഷ്ണുവിൻ്റെ ചൈതന്യമുണ്ട്. ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവ് എനർജി കണ്ടെത്താൻ കഴിയുന്നത്? നെഗറ്റീവ് എനർജി കണ്ടെത്താൻ കഴിയുന്നത്? നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലെന്നോ? അല്ല, നെഗറ്റീവ് എനർജി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ മണി ബ്ലോക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ്? ഇതെല്ലാം ബന്ധത്തോട് നമുക്ക് വലിയ മനസ്സിലാക്കി തരും. അതെല്ലാം മനസ്സിലാക്കും. അല്ലാണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് ഇതെല്ലാം നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ പറ്റുക. കണ്ണുകൊണ്ട് കാണാൻ പെടാത്ത കാര്യങ്ങളെല്ലാം എന്ത് മാത്രമുള്ളത്. പിന്നെ ഈ യുക്തി, ആവശ്യമില്ലാത്ത യുക്തി ചോദിക്കുന്നതുകൊണ്ട് ഞാനൊന്നും മറുപടി പറയാറില്ല. ഇന്ന് സാർ ചോദിച്ചെന്നുള്ള അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ നെഗറ്റീവ് എനർജി മനസ്സിലാക്കുന്നത് ഈ പെൻഡിൽ ഉപയോഗിച്ച് തന്നെ നമ്മൾ നോക്കും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. ഞാനൊരു കാര്യം കണ്ടെന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചു കൊടുക്കാവുന്നു. ഈ പലപ്പോഴും ചില ആളുകൾ പറയുന്നത് ചക്രങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ചക്രങ്ങൾ, ചക്രങ്ങൾ, ഷഡാധാരങ്ങൾ, അത് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന. അല്ല, ഈ ചക്രങ്ങൾ കാരണമാണ് മണി ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്. ചക്രങ്ങൾക്ക് വരുന്ന ചില ബ്ലോക്കുകളാണ്, ചില നെഗറ്റീവ് എനർജി. ഈ പറയുന്ന മുമ്പ് ഞാൻ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സാറിന് ചക്രങ്ങളിലാണ് ബാധിക്കുന്നത്. ഈ നെഗറ്റീവ് എനർജി ആയിട്ടാണ് ഞാൻ പറഞ്ഞ ഒരാൾ മരിച്ചാൽ ജീവാൻ അത് ബാധിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കയ്യിലും കാലിലും ഈ ചക്രങ്ങളിലാണ് ബാധിക്കുന്നത്. അന്നേരമാണ് നമ്മുടെ സ്വഭാവത്തിനൊക്കെ മാറുന്നത്. ഹാർട്ട് ചക്ര, ഇതിൽ നിന്ന് ഈ ആണ് ഊർജ്ജങ്ങളൊക്കെ കൂടുതലായിട്ട് പോകുന്നത്. ഈ ഷഡാസാരങ്ങൾ, ഇത് നമ്മുടെ നട്ടലിനകത്ത് സുഷുമ്നാ നാഡിയുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
പിന്നെ ഓരോന്നിനും ഇത്ര ഏതളുണ്ട്, ഇത്ര കളറുണ്ടെന്നൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം എല്ലാം നമ്മുടെ ഉള്ളിലാണ് ഇരുന്നത്. ചക്രങ്ങളിൽ കൂടെ മാത്രമാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നത്. ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് ചക്രങ്ങൾ സംശയം. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന ഷടാധാര ചക്രം 6, 7, 8 എണ്ണേ ഉള്ളൂ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, ഹാർട്ട് കണ്ഠചക്ര, ആജ്ഞാചക്ര, സഹസ്രാരം, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ 6 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ കൂടിയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അതിൽ ബാക്കിയെല്ലാം മൈനസ് ചക്രകളാണ്. കൈക്കകത്ത് മകുട ചക്ര എന്ന് പറയും, കാലിനകത്തുണ്ട്. ഇതെല്ലാം മർമ്മങ്ങളാണ്. അങ്ങനെ ഇതൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഉണ്ട്, എല്ലാ ജീവജന്തുക്കൾക്കും ഉണ്ട് ഈ ചക്രങ്ങൾ.